കേരളത്തിന്റെ വളർച്ചയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന മുന്നേറ്റങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ നയങ്ങളെക്കുറിച്ചും ജനങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി AIYFന്റെ ചേർപ്പ് മണ്ഡലം സെക്രട്ടറി അക്ഷയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വരുന്ന ഏപ്രിൽ മാസം 9-ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നാട്ടിക നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് എല്ലാവർക്കും സുപരിചിതയായ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ MLA ആയി പ്രവർത്തിച്ച സഖാവ് ഗീതാ ഗോപിയാണ്. സഖാവ് ഗീതാ ഗോപിയുടെ സ്ഥാനാർത്ഥി പര്യടനം ഇന്ന് പാർലം പഞ്ചായത്തിലെ കോർണർ സെന്ററിൽ നിന്ന് തുടങ്ങി വിവിധങ്ങളായ സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിട്ടുകൊണ്ട് ഈ പുച്ചിനിപ്പാടത്തെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഏതാനും സമയങ്ങൾക്കകം എത്തിച്ചേരുവാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളാണ്. മുൻ ഗവൺമെന്റ് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള വികസനം ഈ നാട്ടിൽ കാഴ്ചവെച്ചുകൊണ്ടുള്ളൊരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. നമുക്കറിയാം, ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, ഈ ഗവൺമെന്റിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഈ സംസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ആഗ്രഹത്തിന്റെ പുറത്ത് വിവിധങ്ങളായ വലതുപക്ഷ സംഘടനകൾ, വലതു മാധ്യമങ്ങൾ എല്ലാം കൂട്ടിച്ചേർന്നുകൊണ്ട് ഈ ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2021 തെരഞ്ഞെടുപ്പിന്റെ ആ നാളുകളിലേക്ക് നിങ്ങളൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കിയാൽ ഓർമ്മ കാണും. 2021 തെരഞ്ഞെടുപ്പിൽ ഈ കേരളം പോളിംഗ് ബൂത്തിലേക്ക് നടന്നു ചെല്ലുന്നതിന്റെ തലേ ദിവസം വരെ ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളും ഈ നാട്ടിലെ കോൺഗ്രസും BJP-കാരനും ഒന്നൊന്നായി ഈ നാട്ടിൽ വാദോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ ഗവൺമെന്റ് 2016 മുതൽ 2021 വരെ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഒന്നാമത്തെ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ നാടിന് എല്ലാ തരത്തിലും അപകടം ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെന്നുള്ള വർത്തമാനം, വലിയ അഴിമതിയുടെ ആരോപണങ്ങൾ ഞങ്ങളുടെ ഗവൺമെന്റ് തലക്കിടാൻ ശ്രമിച്ചു. എന്നാൽ കേരളത്തിലെ നീതിബോധമുള്ള ജനങ്ങൾ, ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ, ഈ കേരളത്തിൽ മതേതരത്വം കാത്തുസൂക്ഷിക്കണം ആഗ്രഹിക്കുന്ന ജനങ്ങൾ, ഈ കേരളത്തിൽ വികസനം ഇനിയും വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ കേരളത്തിലെ LDF ഗവൺമെന്റിന് ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ച നൽകി. ആ ഗവൺമെന്റാണ് 2021 മുതൽ 2026 വരെയുള്ള നീണ്ട 5 വർഷക്കാലം ഇപ്പോൾ ഭരിച്ച് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ഒരു നാട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്? എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്നതെന്നുള്ള നേർസാക്ഷ്യമാണ് കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കണ്ടത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ഈ കേരളത്തിലുണ്ടായിരുന്നു. നമ്മളെല്ലാം മറന്നു പോകുന്ന ഒരു സമയമാണ്. നമുക്കെല്ലാവർക്കും മറവിയുള്ള ആളുകളാണ്. മറവികൾക്കെതിരെയുള്ള ഓർമ്മയുടെ സമരമാണ് രാഷ്ട്രീയമെന്ന് പ്രശസ്ത ഫ്രഞ്ച് നോവലിസ്റ്റ് മിലൻ കുന്ദേര പറഞ്ഞിട്ടുണ്ട്. ആ മിലൻ കുന്ദേരയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് നമ്മൾ ആ മറവികൾക്കെതിരെയുള്ള ഓർമ്മകൾ ഒന്നുകൂടി തഞ്ചിക്കെടുക്കണം. ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഈ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ, ഈ നാട്ടിലെ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ, ഈ നാട്ടിലെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ, അങ്ങനെ എല്ലാ മേഖലകളിലും ഇരുണ്ട കാലഘട്ടം കേരളത്തിന് സമ്മാനിച്ച് പടിയിറങ്ങിപ്പോയവരാണ് അന്നത്തെ UDFന്റെ ഗവൺമെന്റ്. ഇരുണ്ട കാലഘട്ടം എന്ന് പറയുമ്പോൾ ഓരോന്നായി നാം പരിശോധിച്ച് മുന്നോട്ട് പോകണം. കേരളത്തിൽ പവർ കട്ട് എന്നുള്ളത് ഇന്ന് കേൾവിയില്ലാത്തൊരു സംഭവമാണ്. 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ കേരളത്തിൽ പവർ കട്ട് എന്നത് നിത്യ കാഴ്ചയായ ഒരു സംഭവമായിരുന്നു. നമുക്കറിയാം, വൈകുന്നേരങ്ങളിൽ നമ്മളെല്ലാവരും വീടിനകത്ത് ഇരുട്ടത്ത് മണ്ണെണ്ണ വിളക്കിന്റെയും ചിമ്മിണി വിളക്കിന്റെയും മെഴുകുതിരിയുടെയും വെട്ടത്തിലിരുന്ന് വർത്തമാനം പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വൈകുന്നേരം 6 മണിക്ക് ശേഷം നീണ്ട അരമണിക്കൂറും 1 മണിക്കൂറും 1.5 മണിക്കൂറും 2 മണിക്കൂറും എല്ലാം ഈ കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നു. ഇന്ന് ആ പവർ കട്ട് എന്നുള്ളത് കേട്ടുകേൾവിയില്ല. എങ്ങനെയാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിലേക്ക് മാറിയത്? നമുക്കറിഞ്ഞൂടെ ഇന്ന് പവർ കട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഇന്ന് വൈകുന്നേരങ്ങളിൽ പവർ കട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വൈകുന്നേരം മണ്ണെണ്ണി വാങ്ങിച്ച് മെഴുകുതിരിയും കത്തിച്ച് കാത്തിരിക്കൂ. ഒരു സമയം ഉണ്ടായിരുന്നില്ലേ, മെഴുകുതിരി വെച്ച് അവിടെ നമ്മുടെ വീട്ടിലെ തീപ്പെട്ടി എവിടെയാണെന്ന് ഇരിക്കുന്നത് തപ്പിക്കൊണ്ട് വെച്ചിരിക്കും. 7:30 ആവണേ തൊട്ട് മുന്നേ വീട്ടിലെ അമ്മമാരോ അല്ലെങ്കിൽ കുട്ടികളോ കൂടെ അവിടെ കൊണ്ടുവയ്ക്കും. കാരണം 7:30 കറണ്ട് പോയി അപ്പം കത്തിക്കണം. ഇന്ന് ആ അവസ്ഥ കേരളത്തിലില്ല. നമ്മുടെ മക്കൾ പഠിക്കുന്ന ഇപ്പൊ പരീക്ഷാ കാലഘട്ടമാണ്. ഈ പരീക്ഷാ കാലഘട്ടത്തിൽ പോലും ഇവിടെ പവർ കട്ട് ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. അന്ന് മെഴുകുതിരി വെട്ടത്തിന്റെയും ചിമ്മിണി വിളക്കിന്റെയും വെളിച്ചത്തിരുന്ന് പഠിക്കുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലെ മക്കൾക്കുണ്ടായിരുന്നു. ഇന്ന് ആ അവസ്ഥ മാറി. ഇന്ന് തികഞ്ഞ വെളിച്ചത്തിൽ പാതിരാത്രിയിൽ വെളിച്ചത്തിലിരുന്ന് പഠിക്കുവാൻ സാധിക്കുന്ന സ്ഥിതിവിശേഷം ഈ നാടിന് ഉണ്ടാക്കി കൊടുത്ത ഗവൺമെന്റിന്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്.
പവർ കട്ട് മാത്രമാണോ? നമ്മുടെ വിദ്യാഭ്യാസ മേഖല എടുത്ത് പരിശോധിച്ച് നോക്കണം. എങ്ങനെയായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ? ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് മുസ്ലിം ലീഗിന്റെ മന്ത്രിയായിരുന്ന UDFന്റെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീമാൻ അബ്ദ്റബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്ന കാലഘട്ടം. അബ്ദ്റബിന്റെ കാലഘട്ടത്തിൽ പള്ളിക്കൂടങ്ങളിലേക്ക് പുസ്തകം ലഭിക്കാതിരുന്ന സമയമുണ്ടായിരുന്നു. ഓണപരീക്ഷയ്ക്ക് പോലും പുസ്തകം ലഭിക്കാതിരുന്നപ്പോൾ അത് എന്താണ് അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അബ്ദ്റബ് മറുപടി പറഞ്ഞു, ഈ പ്രാവശ്യം ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് സ്കൂളിലേക്ക് പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ പറ്റാതെന്ന വിചിത്രമായ ഒരു വാദം പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി. വളരെ നാണക്കേടോടുകൂടി കേരളത്തിലെ ജനങ്ങൾ ഇന്നും ആ പേര് പറയുകയാണ്. കേരളത്തിൽ അബ്ദ്റബ് എന്നൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു. ഇത്രയും മോശം ഒരു വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അക്ഷരം പ്രതി പറയാൻ സാധിക്കും. ഇന്ന് അതാണ് അവസ്ഥ. രവീന്ദ്രൻ മാഷ് നമ്മുടെ തൊട്ടപ്പുറത്തെ മണ്ഡലമായ പുതുക്കാടിന്റെ MLA ആയി കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തി വിജയിച്ച് വിദ്യാഭ്യാസ മന്ത്രിയായി. ഇന്ന് മാഷ് മണ്ഡലൂരിൽ മത്സരിക്കുക. ആ മാഷ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി 5 വർഷം തുടർന്നു. ഇന്ന് ആ സമയത്ത് നമുക്കറിയാം കേരളത്തിൽ ഒരു തെറ്റ് പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിന് ഒരു തെറ്റ് പറ്റി. നേമത്ത് ഒരു BJP പ്രതിനിധി വിജയിച്ചു കയറി. വലിയ ആഘോഷമായിരുന്നു ഈ നാട്ടിലെ BJPക്കാർ ഉൾപ്പെടെ. നമ്മൾ പറഞ്ഞു 2021 തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞു, കേരളത്തിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു, നേമത്തെ BJPയുടെ അക്കൗണ്ട് ഞങ്ങൾ അങ്ങോട്ട് പൂട്ടിക്കാൻ പോവാന്ന്. ആ അക്കൗണ്ട് പൂട്ടിച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി ഇന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ശിവൻകുട്ടി നേമത്ത് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച് ഇടതുപക്ഷത്തിന്റെ അക്കൗണ്ട് അവിടെ നേമത്ത് ഇടതുപക്ഷത്തെ വീണ്ടും വിജയിപ്പിച്ചു. ആ ശിവൻകുട്ടി കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ മേഖലയെ പരിഷ്കരിച്ച് കൊണ്ടുപോകേണ്ടെന്ന കാഴ്ചയാണ് കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കണ്ടത്. നമ്മുടെ തൊട്ടപ്പുറത്തല്ലേ ചേർപ്പിലെ ഗ്രാമോദ്ധാരണ സ്കൂള്, ചേർപ്പിലെ സർക്കാർ സ്കൂള്. ഇന്ന് ആ സ്കൂളിന്റെ അവസ്ഥ എങ്ങനെയാണ് നമ്മൾ പരിശോധിച്ച് നോക്കണം. മികവിന്റെ കേന്ദ്രങ്ങളാക്കി കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ കൈപ്പിടിച്ചുയർത്തിയ ഒരു കാലഘട്ടം UDFന്റെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഓർമ്മയുണ്ട്. മലാപ്പറമ്പിലെ UP സ്കൂൾ ഉൾപ്പെടെ പൂട്ടിപ്പോകുന്ന ഒരു കാഴ്ച. ഇത്രയോ സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ പൂട്ടിപ്പോകുന്ന കാഴ്ച. ഈ നാട്ടിലെ കാശുള്ളവന്റെ മക്കൾ മാത്രം പഠിച്ചാൽ മതി എന്ന് വിധിയെഴുതിയ ഒരു ഗവൺമെന്റ്. അവിടെയല്ലേ സമ്പന്നന്റെയും പാവപ്പെട്ടവന്റെയും മക്കൾ ഒരേ തരത്തിൽ പഠിക്കണമെന്ന് തീരുമാനിച്ചൊരു ഗവൺമെന്റിന്റെ മാറ്റം. പൂട്ടിപ്പോകാൻ തീരുമാനിച്ച മലാപ്പറമ്പ് UP സ്കൂൾ ഉൾപ്പെടെ നൂറുകണക്കിന് സ്കൂളുകൾ ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് ഇന്നതിനെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി. പണ്ട് പൊട്ടിപ്പൊളിഞ്ഞ സ്കൂളുകൾ കെട്ടിടങ്ങൾ നമ്മുടെ മുന്നിൽ ഒരു നിത്യകാഴ്ചയായിരുന്നു. മഴയത്ത് ചോർന്നൊലിക്കുന്ന സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് പഠിക്കേണ്ടി വന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാനും നിങ്ങളിൽ പലരും ഉൾപ്പെടെ. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് വലിയ രീതിയിലുള്ള കെട്ടിടങ്ങൾ പണിതുകൊണ്ട് ഹൈടെക് ക്ലാസ് മുറികൾ നിർമ്മിച്ച് നമ്മളുടെ മക്കളെ നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും സുതാര്യമായ രീതിയിലൂടെ നവകേരളം സൃഷ്ടിച്ച് മുന്നോട്ട് പോവുകയാണ് ഗവൺമെന്റ്. അവിടെയല്ലേ ഗവൺമെന്റ് ഒരു ഇച്ഛാശക്തി, അതൊരു കാഴ്ചപ്പാടാണ്. ഒരു ഗവൺമെന്റിന്റെ ഒരു മുന്നണിയുടെ കാഴ്ചപ്പാടാണ്. ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ നാളെയുടെ ഭാവിയാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികളെ മികച്ച വിദ്യാഭ്യാസം നൽകി അവരെ കൈപ്പിടിച്ചുയർത്തേണ്ടത് ആ നാട്ടിലെ ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം കേരളത്തിനപ്പുറത്തേക്ക് പല സംസ്ഥാനങ്ങളിലേക്കും പോകുമ്പോൾ ഇന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത കാഴ്ചയുണ്ട്. ഇവിടെ ഇന്ത്യ ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ് ഭരിക്കുന്ന BJP ഭരിക്കുന്ന നിരവധിയായ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ മക്കൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടാതെ 4ഉം 5ഉം 6ഉം വയസ്സിൽ വിദ്യാർത്ഥികളാവേണ്ട ആ ചെറിയ കുട്ടികൾ വലിയ ജോലികൾക്ക് പോവുകയാണ്. ചുമട്ടുജോലി ഉൾപ്പെടെയുള്ള ജോലികൾക്ക് പോയി ആ ചെറിയ ഒരു വരുമാനത്തിന് വേണ്ടി തങ്ങളുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി സ്കൂളിൽ പോകേണ്ട പ്രായത്തിൽ പണിക്ക് പോകേണ്ട ഒരു അവസ്ഥ ഇന്ന് മറ്റു പല സംസ്ഥാനങ്ങളുമുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലില്ലേ? പക്ഷെ അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ത്യക്ക് മാതൃകയായ ഒരു സംസ്ഥാനം ഇന്ന് തെക്കേ അറ്റത്തുണ്ടെന്ന് അഭിമാനത്തോടെ പറയുവാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മളെല്ലാവരും സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയും LDFന്റെ അഭ്യർത്ഥനയും ഈ നാട്ടിലെ രാത്രി പകലാക്കി പോസ്റ്റർ ഒട്ടിക്കാനും മതിലെഴുതാനും ചുമരെഴുതാനും നമ്മൾ പോകും. വീടാന്തരം കയറി ഇറങ്ങി പറഞ്ഞു, ഞങ്ങളുടെ ഗവൺമെന്റ് നോട്ട് ചെയ്യണം, ഇവിടെ ഇടതുപക്ഷം ഭരിക്കണം. 10 വർഷക്കാലം നമ്മൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി ഈ ഗവൺമെന്റ് 10 വർഷം പൂർത്തീകരിച്ചു. ആദ്യത്തെ മാനിഫെസ്റ്റോ പൂർത്തീകരിച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. പിന്നെ ഒരു മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ചു. ആ മാനിഫെസ്റ്റോ ഏതാണ്ടൊക്കെ പൂർത്തീകരിച്ച് 99% പൂർത്തീകരിച്ച് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക. അഭിമാനത്തോടു കൂടി തല കുനിക്കാതെ ഈ നാട്ടിലെ ഇടതുപക്ഷ പ്രവർത്തകന്, ഓരോ ഇടതുപക്ഷ പ്രവർത്തകരും അഭിമാനത്തോടു കൂടി തല കുനിക്കാതെ ഇന്ന് വീടാന്തരം കയറി ഇറങ്ങി വോട്ട് ചോദിക്കാൻ സാധിക്കുന്നു. എങ്ങനെയാണ്? നമ്മുടെ ഗവൺമെന്റ് തുടങ്ങി വെച്ച, നമ്മുടെ ഗവൺമെന്റ് പൂർത്തീകരിച്ച വികസന നേട്ടങ്ങൾ പറഞ്ഞു പോകാം. വിഴിഞ്ഞത്തെ ആ തുറമുഖം ഉൾപ്പെടെ ഈ നാട് മാറ്റത്തിന്റെ വലിയ പാതയിലാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വികസന നേട്ടങ്ങൾ. വലിയ പ്രതിസന്ധികൾ ഈ കാലഘട്ടത്തിൽ കടന്നുപോയി. നിപ്പയും ഓക്കിയും പ്രളയവും കോവിഡും എല്ലാം കടന്നുപോയ കാലഘട്ടമായിരുന്നു. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട്. നമുക്കറിയാം, നമ്മളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലും പത്രത്താളുകളിലും സോഷ്യൽ മീഡിയയിലും കണ്ടതല്ലേ. പ്രളയ കാലഘട്ടത്തിൽ ഉൾപ്പെടെ റോഡുകളും പാലങ്ങളും ഉൾപ്പെടെ ഒലിച്ചു പോകുന്ന കാഴ്ച. വലിയ സാമ്പത്തിക
സംസ്ഥാനത്തുണ്ടായില്ലേ? ഈ സംസ്ഥാനത്തിനെ സഹായിക്കേണ്ട യൂണിയൻ ഗവൺമെന്റ് 10 രൂപ പോലും തരാതെ അന്ന് ഇവിടെ എയർലിഫ്റ്റിങ്ങിന് കൊണ്ടുവന്ന ഹെലികോപ്റ്ററിന്റെ വാടക ഉൾപ്പെടെ അന്ന് നമുക്ക് തന്ന അരിയുടെ വില ഉൾപ്പെടെ ചോദിച്ചു വാങ്ങി കൊണ്ടുപോയ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റാണ്, ആ യൂണിയൻ ഗവൺമെന്റാണ് ഈ കേരളത്തെ സാമ്പത്തികമായി ഇല്ലാതാക്കി ഈ കൊച്ചു സംസ്ഥാനത്തെ വരിഞ്ഞു മുറുകി ഇവിടുത്തെ ഇടതുപക്ഷവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കാൻ വേണ്ടി സാമ്പത്തികമായി ഈ ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മറ്റു പല സംസ്ഥാനങ്ങളിലും ബി ജെ പി സഖ്യകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് വലിയ ഫണ്ടുകൾ കൊടുക്കുക. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് അവിടെ അതാ 2 വർഷത്തിന് ശേഷം പ്രളയം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉൾപ്പെടെ ഫണ്ട് കൊടുക്കുക. ഇവിടെ പ്രളയം വന്നൊരു നാട് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. നിരവധി ആളുകൾ മരണപ്പെട്ടു. നമ്മൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് ഉൾപ്പെടെ വെള്ളം കയറി ഈ ഗ്രാമോദ്ധാരണം സ്കൂളിലൂടെ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഈ പൊതുപ്രവർത്തകരും സർക്കാരും ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ. ആ സമയത്താണ് ഒരു 10 രൂപ തരാതെ ഈ സംസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ഒരു യൂണിയൻ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരുന്ന കാഴ്ച. പക്ഷേ അവിടെയൊന്നും തളരാതെ കേരളത്തെ കൈപ്പിടിച്ചു വരുത്തി പുതിയ റോഡുകൾ, പുതിയ പാലങ്ങൾ, ഈ കേരളത്തെ വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ പ്രളയത്തിന് ശേഷമുള്ള വർഷങ്ങളിൽ ഈ ഗവൺമെന്റിന് സാധിച്ചു. വലിയ മാറ്റമല്ലേ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന റോഡ് ഉൾപ്പെടെ BMBC നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ ഒരു ഗവൺമെന്റ് സാധിച്ചു. 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ BMBC നിലവാരത്തിലുള്ള റോഡ്? അവിടെയാണ് ഒരു ഗവൺമെന്റ് കാഴ്ചപ്പാടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് മാത്രമാണോ? ഇപ്പോൾ വയനാട് ദുരന്തം ഏറ്റവും അടുത്ത് കേരളം കണ്ട ഏറ്റവും വേദനിപ്പിക്കുന്ന ദുരന്തമാണ്. ഒരു ദിവസം രാവിലെ നമ്മൾ TV തുറന്നപ്പോൾ ഹൃദയഭേദകമായ ഒരു കാഴ്ച, നമ്മുടെ ഹൃദയം തകർന്നു പോകുന്ന കാഴ്ച. കൈകാലുകൾ വേർപ്പെട്ട് തലയും മരയും വേർപ്പെട്ടിട്ട് കുറെ ശവശരീരങ്ങൾ മണ്ണിനടിയിലും പുറത്തുമായി ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നു. അവിടെ ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് പോയ ആളുകൾക്ക് പലർക്കും ആ കാഴ്ച കണ്ട് അവരുടെ വേദന സഹിക്കാൻ പറ്റാതെ തിരിച്ചു പോകുന്ന ആളുകൾ ഉൾപ്പെടെ ഉണ്ടെന്ന് പറഞ്ഞു. അത്തരത്തിൽ ഈ നാട് ഏറ്റവും വലിയൊരു ദുരന്തം കണ്ടു. ഒരു നാട് ഉൾപ്പെടെ ഒലിച്ചുപോയ ദുരന്തം നമ്മളെല്ലാം ഹൃദയഭേദകമായി കണ്ട കാഴ്ച. അവിടെയാണ് ഒരു ഗവൺമെന്റ് വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ആ ഗവൺമെന്റ് പറഞ്ഞു, ഈ ജനതയെ കൈവിടാൻ പറ്റില്ല. അവിടെ സന്നദ്ധ സേവനകരെ ഉപയോഗിച്ച് ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഈ നാട്ടിൽ ആക്രി വർക്കും ബിരിയാണി വിറ്റുമെല്ലാം ഈ നാട്ടിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ പറഞ്ഞു, ഈ ചേർപ്പിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാരൻ കേൾക്കണം, കോൺഗ്രസ്സുകാരൻ പറഞ്ഞു, ആ സഹായ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 രൂപ കൊടുക്കരുത്. എന്താ? കോൺഗ്രസ് വീട് വെച്ച് കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ മാറി വരുന്ന അധ്യക്ഷന്മാര് മാറി വരുന്ന കഥകളൊന്നും ഞാൻ നിങ്ങളോട് പറയില്ല. ഏറ്റവും അവസാനത്തെ അധ്യക്ഷൻ ഇപ്പൊ കൊടുങ്ങല്ലൂർ സ്ഥാനാർത്ഥിയാ. അദ്ദേഹം ഏറ്റവും അവസാനം അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത് പറഞ്ഞു, സർക്കാരിന്റെ വീട് വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വീട് വരും. അദ്ദേഹം എല്ലാ ചാനലിലും നിരത്തി പറയും, സർക്കാരിന്റെ വീട് വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വീട് വരും. ഞങ്ങൾ ചോദിക്കുന്നു, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരാ, സർക്കാരിന്റെ വീട് ടൗൺഷിപ്പോടുകൂടി വയനാടിന്റെ കൽപ്പറ്റയുടെ ഹൃദയഭാഗത്ത് വന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വീടിന്റെ തറയെങ്കിലും കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റൂ? വെല്ലുവിളിക്ക്, ഇടതുപക്ഷം വെല്ലുവിളിക്ക് യൂത്ത് കോൺഗ്രസ് വേണ്ട ഒരു വീടിന്റെ തറയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂ? ഇവിടെ പേരിന് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൊണ്ടുവന്ന് തറക്കല്ലിട്ടു. വലിയ മാമാങ്കം ചാനൽ ഉൾപ്പെടെ കവർ തറക്കല്ലിട്ട് പോയി. ആ ഇട്ട തറക്കല്ല് പോലും കാണാത്ത അവസ്ഥയാണ്. അപ്പോൾ പിരിച്ച പണം എവിടെ എന്ന ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ ഇന്നുമുണ്ട്. പൊതുസമൂഹം നിങ്ങളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങള് വയനാട് മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിന്റെ പേരിൽ പിരിച്ച പണം ഇന്ന് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതിലേക്കൊന്നും വലിയ വർത്തമാനങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ഗവൺമെന്റ്, അവിടെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു പ്രാധാന്യം. ഇന്ന് 178 വീടുകൾ ഒരു ടൗൺഷിപ്പിൽ നിർമ്മിച്ചിരുന്ന കാഴ്ച നമ്മൾ കണ്ടു. എവിടെയെങ്കിലും ഒരു 1 2 വീട് പണിതിട്ട് ആരെങ്കിലും ഒക്കെ താമസിച്ച് പോകുന്ന സ്ഥിതിവിശേഷമല്ല. അവിടെ അയൽപ്പക്കമായി കിടന്നിരുന്ന ആളുകൾ, അവിടെ ഉറ്റ ചങ്ങാതിമാരായി, ഉറ്റ സഹോദരങ്ങളായി ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ആ ദുരന്തത്തിൽ അവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടു. ഭാര്യയെയും ഭർത്താവിനെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും ഉൾപ്പെടെ നഷ്ടപ്പെട്ടപ്പോൾ, സഹോദരങ്ങളെ ഉൾപ്പെടെ നഷ്ടപ്പെട്ടവർ അവരുടെ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കേന്ദ്രം കണ്ടെത്തി. ഏതെങ്കിലും കാട്ടുപ്രദേശത്ത് ഒരു കേന്ദ്രമല്ല, കൽപ്പറ്റയുടെ ഹൃദയഭാഗത്തൊരു സ്ഥലം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുത്തു. ആ ടൗൺഷിപ്പിൽ നിന്ന് അവര് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുക. അവിടെയും വീട് വേണ്ടാത്തവർക്ക് 15 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു, വീടൊന്നും കിട്ടാൻ പോകുന്നില്ല, കാശ് വാങ്ങിച്ചോളാൻ. ഇന്ന് അവിടുത്തെ കളക്ടർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ആ 15 ലക്ഷം വാങ്ങുന്നവര് ആ 15 ലക്ഷം തിരിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വീട് മതി എന്ന് പറഞ്ഞു. കാരണം ഈ ഗവൺമെന്റ് ആ വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള ഉറപ്പ് അവിടുത്തെ ജനങ്ങളിൽ ഉണ്ടായി. അപ്പൊ ആ വീട് വാങ്ങി ഇനിയും വീടുകൾ പൂർത്തീകരണത്തിന്റെ വക്കിലെത്തിക്കൊണ്ടിരിക്കുക.
ആ ജനതയെ മാത്രമല്ല എവിടെയെല്ലാം പ്രയാസം അനുഭവിക്കുന്നുണ്ടോ ആ ജനതയെ എല്ലാം കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കുറച്ചു നാൾ മുന്നേ ഒരു സർവേ നടത്തി അതിദാരിദ്ര്യരെ കണ്ടുപിടിച്ച് ആ അതിദാരിദ്ര്യരെ ഇല്ലാതാക്കി അതിദരിദ്രതയില്ലാത്ത കേരളമായി കേരളത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ശ്രമകരമായ ഒരു ദൗത്യം ഈ സർക്കാർ ഏറ്റെടുത്തു. സർവേ നടത്തിയില്ലേ, വീട് വീടാന്തരം കയറിയിറങ്ങി സർവേ നടത്തി 64,000-ലധികം അതിദാരിദ്ര്യരെ കണ്ടുപിടിച്ചു. അവരെ അതിൽ നിന്ന് മുക്തരാക്കിയ ഒരു ഗവൺമെന്റിന്റെ പേരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെയെല്ലാം വേദന അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുണ്ടോ, എവിടെയെല്ലാം ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുണ്ടോ, അവരെയെല്ലാം കണ്ടെത്തി ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭരണത്തിനൊരു ഭരണത്തുടർച്ച ഉണ്ടാകണം. ഇന്ന് നാട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ വീടുകളിൽ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അമ്മമാരുണ്ടാകും. എങ്ങനെയായിരുന്നു കേരളത്തിന്റെ ക്ഷേമ പെൻഷൻ സമ്പ്രദായം? കേരളത്തിൽ LDF ഭരണത്തിന് വരുന്നതിന് മുന്നുള്ള 5 വർഷക്കാലം UDF ഭരിച്ച കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു കേരളത്തിലെ ക്ഷേമ പെൻഷൻ? നമ്മളെല്ലാം ഓർത്തെടുക്കണം. നമ്മൾ വെറുതെ ഇത് പറഞ്ഞു പോവുകയല്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 500 രൂപയുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ ഭരണം അവസാനിക്കും കാലയളവിൽ 100 രൂപ വർദ്ധിപ്പിച്ചതല്ലാതെ കടലാസിലൊതുങ്ങിയ വർധനമല്ലാതെ 1 രൂപ കൊടുക്കാൻ സാധിക്കാതെ ഇറങ്ങിപ്പോയി. 18 മാസക്കാലം കുടിശ്ശിക വരുത്തിയ ആ ക്ഷേമ പെൻഷൻ 2016-ൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ആ മന്ത്രിസഭ ചേർന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ആദ്യത്തെ ഫയൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒപ്പുവെച്ചത് കേരളത്തിലെ ക്ഷേമ പെൻഷനുകളെ സംബന്ധിച്ച ഫയലായിരുന്നു. കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക ഉൾപ്പെടെ വീട്ടുന്നതിന് വേണ്ടി, കുടിശ്ശിക അവസാനിപ്പിച്ച് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തു. എങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു? അതും കൂടി നമ്മൾ കാണണ്ടേ. എങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു? 60 വയസ്സ് കഴിഞ്ഞ് അവശത അനുഭവിക്കുന്ന നമ്മുടെ വീട്ടിലുൾപ്പെടെ അപ്പൂപ്പന്മാര് അമ്മൂമ്മമാരുൾപ്പെടെ, എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും അറിയാം, മുട്ടുവേദനയും മറ്റു പല വേദനകൾ ഉൾപ്പെടെ തൈലമൊക്കെ പുരട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ സമയത്ത് അവർക്ക് ഈ നാട്ടിലെ ബാങ്കിന്റെയോ പോസ്റ്റ് ഓഫീസിന്റെ 2ാം നിലയിലെ പോസ്റ്റ് ഓഫീസിന്റെ മുകളിലേക്ക് നടന്നു കയറിപ്പോയി പെൻഷൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറയുന്നത് പെൻഷൻ വന്നിട്ടില്ല അമ്മായി അടുത്ത ആഴ്ച വാ. UDF ഭരിക്കുമ്പോൾ കേരളത്തിലുണ്ടായിരുന്ന കാഴ്ചയാ. ഓട്ടോറിക്ഷ വിളിച്ച് അപ്പുറത്തെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് 2ാം നിലയിലേക്ക് കോണി കയറി പോയിട്ട് അവിടെ വന്ന് ചോദിക്കും പെൻഷൻ വന്നിട്ടുണ്ടോ. നിരാശയാണ് ഫലം. തിരികെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷ കാശ് പോയത് മിച്ചം. അങ്ങനെ 2-3 തവണ പോയിട്ടും പെൻഷൻ കിട്ടാത്ത സ്ഥിതിവിശേഷം. അവിടെയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തത്. വീട്ടിലേക്ക് പെൻഷൻ കൊണ്ടു കൊടുക്കാൻ തീരുമാനിക്കുക. എങ്ങനെ? ഈ പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകളുടെയും വീട്ടിലേക്ക് ആ പെൻഷൻ തുക എത്തിച്ചു കൊടുക്കാൻ അത് ഗവൺമെന്റ് തീരുമാനിക്കാതെ ഈ നാട്ടിലെ സഹകരണ ബാങ്കിന്റെ ജീവനക്കാരനെ നിയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് പെൻഷൻ കൊണ്ടെത്തിക്കാൻ കൊടുക്കാൻ ഒരു ഗവൺമെന്റ് തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും നമ്മുടെ നാട്ടിലെ അവശത അനുഭവിക്കുന്ന ആളുകളിലേക്ക്, കിടപ്പ് രോഗികളുടെ അടുത്തേക്ക് അടക്കം ചെന്നുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ ഈ നാട്ടിലെ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ നടത്തിക്കൊണ്ടിരിക്കുക, പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ഗവൺമെന്റ് തീരുമാനത്തിന്റെ ഫലം, ഒരു ഗവൺമെന്റ് ഇച്ഛാശക്തി, കാഴ്ചപ്പാടിന്റെ ഒരു ഫലമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം അത്തരത്തിലുള്ള ചെറുതും വലുതുമായ മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിനൊരു തുടർച്ച ഉണ്ടാവണം. ഇവിടെ 3000 രൂപ ക്ഷേമ പെൻഷൻ ആക്കുമെന്ന് ഒരു മുന്നണി പറയുന്നു, UDF മുന്നണി. നമുക്കറിയാം, UDF അധികാരത്തിൽ വന്ന ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. അടുത്ത മാസം തന്നെ ക്ഷേമ പെൻഷനൊക്കെ അവിടെ നിൽക്കാൻ പോവുക എന്നുള്ള യാഥാർത്ഥ്യ ബോധം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ അതിന് കൂട്ടായി ഈ നാട്ടിലെ മാധ്യമങ്ങൾ, മലയാളത്തിലെ വലതു മാധ്യമങ്ങൾ വളരെ ശ്രമകരമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഈ ഇടത് ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ. എന്തിനാണെന്നറിയോ? നമ്മൾ പരിശോധിച്ചു പോകണം. ഇവിടുത്തെ ആരോഗ്യ രംഗത്തെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സർക്കാർ തലത്തിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഈ നാട്ടിലെ ആരോഗ്യ രംഗത്ത് സർക്കാർ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുക. അവിടെയാണ് സ്വകാര്യ കുത്തക ആശുപത്രികളിലേക്ക് കേരളത്തിലെ ജനത ഓരോ ആവശ്യത്തിനും നടന്നു പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് സ്വകാര്യ കുത്തകളെ വേണ്ട, സർക്കാർ ആശുപത്രികളിൽ നല്ല ചികിത്സ ലഭിക്കുന്നുണ്ട്. ആ നല്ല ചികിത്സ സൗജന്യമായി ലഭിക്കുന്നുണ്ടപ്പോൾ അവിടേക്ക് ആളുകൾ കയറി ചെന്നുകൊണ്ടിരിക്കുക. അപ്പൊ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കോർപ്പറേറ്റുകൾക്ക് അവരുടെ യന്ത്രസാമഗ്രി ഉൾപ്പെടെ വിറ്റഴിക്കുന്നതിന് വേണ്ടി അവരുടെ വലിയ പൈസ മുടക്കി അവർ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ വരണം. സാധാരണക്കാരന്റെ ആളുകൾ ഇത്തരത്തിലുള്ള വലിയ കുത്തക മുതലാളിമാരുടെ അടുത്തേക്ക് ചെന്നാൽ മാത്രമാണ് കുത്തകകളുടെ പോക്കറ്റ് വീണ്ടും 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 വീർത്തുകൊണ്ടേയിരിക്കുകയുള്ളൂ. നമ്മുടെ സാധാരണക്കാരന്റെ പോക്കറ്റ് വീണ്ടും 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 കാലിയായിക്കൊണ്ടിരിക്കുകയുള്ളൂ. അവിടെയാണ് സർക്കാർ മേഖലകളിൽ ഇത്തരത്തിലുള്ള സർക്കാർ ആശുപത്രികൾ, സർക്കാർ വിദ്യാലയങ്ങൾ, സർക്കാർ തലത്തില് സൗജന്യമായി പല സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കും ഒരു ഗവൺമെന്റ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ നാട്ടിലും ഉൾപ്പെടെ
ഇത്തരത്തിലുള്ള മികച്ച തീരുമാനങ്ങൾ ഒരു ഗവൺമെന്റ് എടുത്തു പോവുക. ആ ഗവൺമെന്റിന് ഒരു ഭരണത്തുടർച്ച ഉണ്ടാകണം. ആ ഗവൺമെന്റിന്റെ ഭരണത്തുടർച്ച ഉണ്ടാകുമ്പോൾ നാട്ടിക നിയോജക മണ്ഡലത്തിൽ വർഗവഞ്ചകരെ തിരിച്ചറിഞ്ഞ് വർഗവഞ്ചകരെ മാറ്റി നിർത്തി ഈ നാട്ടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി സഖാവ് ഗീതാ ഗോപിയെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സഖാവ് ഗീതാ ഗോപി ഈ സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്ന് സ്വീകരണ കൊടുക്കുന്നതിന് വേണ്ടി ബന്ധപ്പെടുക ക്ഷണിക്കുന്നു. നന്ദി. വിലയേറിയ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തണമെന്ന് സവിനയം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് സഖാവ് പിണറായി നേതൃത്വം കൊടുത്ത LDF ഗവൺമെന്റ് ഉണ്ടല്ലോ, നടപ്പിലാക്കിയ വികസന പദ്ധതികൾ നാം ഓരോരുത്തരും അനുഭവിക്കുകയാണ്. നമ്മുടെ നാടിനോട് വർഗീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് എല്ലാ നടപടികളും ബ്ലോക്കാവല്ലേ സ്ഥാനാർത്ഥി ബ്ലോക്കാവല്ലേ? പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാട്ടിക നിയോജക മണ്ഡലത്തിൽ നമ്മുടെ MLA ആകുന്നതിന് വേണ്ടി 10 വർഷക്കാലം നമ്മെ വികസനത്തിലേക്ക് നയിച്ച സഖാവ് ഗീതാ ഗോപിയുടെ തെരഞ്ഞെടുപ്പ് ജാഥയുടെ സ്വീകരണത്തിന് വേണ്ടിയാണ്. ഒട്ടനവധി സ്വീകരണങ്ങൾ കഴിഞ്ഞുകൊണ്ടാണ് സഖാവ് ഗീതാ ഗോപിയും നമ്മുടെ സഖാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി സഖാവ് ഗീതാ ഗോപിക്ക് ഈ അവസരത്തിൽ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ മുതിർന്ന സഖാവായിട്ടുള്ള ഷീല വിജയകുമാർ, സഖാവ് PK ഷാജൻ, KK അനിൽ, ഇവിടെ ഒത്തുചേർന്ന എല്ലാ സഖാക്കളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഇവിടെ നടന്ന സ്വീകരണ പരിപാടിക്ക് നന്ദി പറയുന്നതിന് വേണ്ടി സഖാവ് ഗീതാ ഗോപിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കും.